പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൻ്റെ സ്നേഹം അങ്ങനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളോട് വായിക്കുക. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്ന ഭാഗമാണ് മക്കൾക്ക് വായിച്ചത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ അനുഭവിച്ച തന്നോട് കൂടെ യാത്ര ചെയ്യുന്ന അപ്പോസ്തലന്മാരടക്കം യേശുവിൻ്റെ അമ്മയടക്കം ഹല്ലേലൂയ 120 പേർ കൂടിയിരുന്ന മാളികമുറിയിൽ ഹല്ലേലൂയ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, ഒന്നിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ ആ സാന്നിധ്യം വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്നവിടെ രേഖപ്പെടുത്താൻ കാരണം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ എന്ന് പറയുമ്പോൾ പ്രിയരെ അതൊരു മതത്തെ ആസ്പദമാക്കിയല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നൊരു അനുഭവമാണ്. ഹല്ലേലൂയ. അപ്പം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഈശോയോട് ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിന് മുഴക്കമുണ്ടായി. അവർ ഇരുന്ന് വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്ന് അവരുടെ മേൽ പതിഞ്ഞു. അവർ അന്യഭാഷയിൽ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ആദിമ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ഈശോയോട് ഹല്ലേലൂയ. ആദിമസഭയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവായിരുന്നു നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തൻ്റെ ശുശ്രൂഷയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ ശക്തമായിട്ട് പറഞ്ഞത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ലും മർക്കോസ് 1:18-ലും ലൂക്കോസ് 3:16-ലൊക്കെ കാണാൻ കഴിയും. ഹല്ലേലൂയ. തീ കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ച് ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സ്നാനമേറ്റ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവിൽ അഭിഷേകം നിറയപ്പെട്ട ദൈവ മക്കൾ അല്ലെങ്കിൽ ആദിമസഭ അന്ന് അവരുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം ദൈവിക അധികാരവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അധികാരത്തോടു കൂടി ശക്തമായ ശുശ്രൂഷ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവിക അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അവരുടെ ശുശ്രൂഷയ്ക്കകത്ത് വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ദൈവസഭ ഇവരെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മുമ്പുള്ള കാലത്ത് നിന്ന് നടക്കാത്ത വിധത്തിലുള്ള ദൈവസാന്നിധ്യം സഭയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ മുമ്പെങ്കിലും കാണാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂമി സംഭവിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് പോലും ഭയം പിടിച്ചു എന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ പെന്തക്കോസ്ത് നാളിൻ്റെ അനുഭവത്തിലാണ് ദൈവസഭയെങ്കിൽ ഹല്ലേലൂയ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇന്നും നമ്മുടെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടക്കാത്തതിൻ്റെ കാരണം ഹല്ലേലൂയ പെന്തക്കോസ്ത് നാളിൽ ആ അനുഭവപ്പെട്ട ദൈവസാന്നിധ്യം സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടാത്തത് കൊണ്ട് ആദിമസഭയിൽ നടന്ന ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ സഭയിൽ നടക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ചിലരൊക്കെ അങ്ങ് അഭിപ്രായപ്പെടുന്നുണ്ട്, ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടേതാണ് നല്ലതെന്ന്. ഹല്ലേലൂയ. പലരും പറയുന്നത് ഞങ്ങളാണ് നല്ലതെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെല്ലാം അഴുക്കാണ്, മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പെന്തക്കോസ്ത് നാളിലത്തെ അനുഭവം മറന്ന് ദൈവസഭകൾ മാറിയിരിക്കുന്നു. ആരോട് ചോദിച്ചാലും പറഞ്ഞ് ഞങ്ങളാണ് നല്ലത്, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ശരി, ഞങ്ങളുടെ ഉദ്ദേശമാണ്, ഞങ്ങൾ പറയുന്ന പോലെ അത് പ്രവർത്തിച്ചാലും ശരിയാവുള്ളൂ എന്ന് പറയുന്ന തലത്തിലേക്ക് ദൈവസഭകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ജഡത്തിൽ ആശ്രയിച്ചപ്പോൾ ജഡം സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ്.
ആദിമസഭയിൽ പത്രോസ് അടക്കമുള്ളവരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അവരിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം പുറത്തേക്ക് വരികയാണ്. അവരിൽ കൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുന്നു. അവരിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതേപോലെ ആ കാലഘട്ടത്തിലെ പോലെ ദൈവസഭ വളരണമെന്നാണ് ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം. പക്ഷെ ജനം നേരെ തിരിച്ചാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട, അഭിഷേകത്തിൽ നിറയപ്പെട്ട, കൃപാവരങ്ങളാൽ നിറയപ്പെട്ട, ദൈവ സാന്നിധ്യമുള്ള, ദൈവിക അധികാരമുള്ള ശുശ്രൂഷകളാണ് ഈ കാലഘട്ടത്തിൽ പ്രിയരെ വെളിപ്പെടേണ്ടത്. പ്രൈസലോട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവസഭ ദൈവസനി താഴ്ത്തി കൊടുക്കണം. ദൈവസഭ താഴ്ത്തി കൊടുക്കാത്തിടത്തോളം കാലം, ദൈവജനം ദൈവസനി തന്നെത്താൻ താഴ്ത്താത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവസനി നാം താഴ്മയോടെ, യേശു പോലും പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പില്ലെന്ന് യേശു ക്രിസ്തു പോലും മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുക. അപ്പം യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടയവനും അണ്ടകടാകത്തിൻ്റെ അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ അധികാരിയായിരുന്നിട്ടും, ഹല്ലേലൂയ, യേശു പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അതേപോലെ നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് വരണം. നാം യേശു ക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഹല്ലേലൂയ, ക്രിസ്തുവിനുള്ള മാതൃക, ക്രിസ്തുവിനുള്ള ഭാവം നമ്മളിൽ വെളിപ്പെടാത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് സഭയിൽ നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ അത് കാണാനില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞ സ്തോത്രം. പല മീറ്റിങ്ങുകളും പല ശുശ്രൂഷകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ശുശ്രൂഷയാണോ, പരിശുദ്ധാത്മാവിൻ്റെ അധികാരമാണോ, പരിശുദ്ധാത്മാവാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് പലരെയും വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമുക്കറിയാം, പെന്തക്കോസ്ത് നാൾ വന്നപ്പം വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. പത്രോസ് അടക്കമുള്ള 120 മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ, ഹല്ലേലൂയ, പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേരുടെ ഹൃദയത്തിലാണ് പാപബോധം ഉളവാക്കിയത്. ഹല്ലേലൂയ. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എന്ത് ചെയ്തു? 3000 പേരുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ പാപബോധം. വലിയ ജനക്കൂട്ടം യെരുശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്നിരിക്കും, പെരുന്നാളിന് വന്നിരിപ്പുണ്ട്. അവിടെ യാഗമൃഗത്തെ അറുത്തുകൊണ്ടുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസ് അടക്കമുള്ള 120 പേർ കൂടിയുന്ന മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശുശ്രൂഷ നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ശുശ്രൂഷയ്ക്ക് അകത്തേക്ക് 3000-ഓളം ജനം കൂടിക്കൂടി എത്തി. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവർ തങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം 3000-ഓളം ജനത്തിന് പാപബോധം വെളിപ്പെട്ടെന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് പാപിക്ക് മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് പാപികൾ മാനസാന്തരപ്പെടാനായി പാടുന്നതായിരിക്കണം. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാരങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി, ഹല്ലേലൂയ, അവരുടെ ആവലാതികൾ നാം മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ദൈവിക സന്ദേശം പരിശുദ്ധാത്മാ നിയോഗത്താൽ നൽകുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇന്ന് പലരും സഭയ്ക്കകത്ത് ശുശ്രൂഷ അനുഭവിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ മുറിവേറ്റതുപോലെ കണ്ണുനീരോടുകൂടി കടന്നു പോകുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ ജഡത്തിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ജഡപരമായി ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആത്മാവ് മാറി നിൽക്കുന്നു. ഹല്ലേലൂയ. അപ്പം പത്രോസ് അടക്കമുള്ള ശുശ്രൂഷ എന്താണ്? 3000-ഓളം പേരുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, പാപബോധം ഉളവാക്കിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു, ഹല്ലേലൂയ, വേർപാടും വിശുദ്ധികൾ പാലിച്ചു, ഹല്ലേലൂയ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കാരണമായി. അവർ കൂട്ടായ്മ ആചരിച്ചു, അപ്പം തുറക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു.
അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന് നാമൻ ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കി. ഹല്ലേലൂയ, സ്തോത്രം. ആമൻ ഞങ്ങളെ നോക്കൂ, ആമൻ ഹല്ലേലൂയ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. ഹല്ലേലൂയ. അപ്പം പത്രോസും യോഹന്നാനും കൂടെ ചെല്ലുന്നത് കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ അവരെ ഉറ്റുനോക്കി. അവൻ വല്ലതും കിട്ടുമെന്നുള്ള ചിന്തയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഈ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, എനിക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. പ്രൈസ്. പത്രോസിന് ആമൻ ചെല്ലുന്നിടത്ത് കൊടുക്കുവാനുണ്ടായിരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പത്രോസ് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. അതെ, നസറേനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ പിശാച് കൂടി ഞടുക്കുമായിരുന്നു. നസറേനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം അപ്പോസ്തലന്മാരുടെ നാവിൽ കൂടെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആമൻ മുടന്തനായിരിക്കുന്ന മനുഷ്യന് സൗഖ്യം പ്രാപിക്കാൻ കാരണമായി. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവസഭയുടെ അധികാരം ആമീൻ വെളിപ്പെടണം. ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വെളിപ്പെടണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അധികാരത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടണം. പെന്തക്കോസ്ത് നാൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നത് നാം ഈ നാളുകളിൽ നാം വിലയിരുത്തണം, നാം ബോധ്യപ്പെടണം. ഹല്ലേലൂയ. അപ്പം ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് നടക്കുന്നത് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമെന്നുണ്ട്, സ്വാമി സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് ആമൻ അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ. അപ്പം ജനമെല്ലാം അവനെ കണ്ടത് ഭിക്ഷയാചിക്കുന്നവനായിട്ടാണ്. പക്ഷെ അവൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ആമൻ ജനത്തിൽ വളരെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പരിഭ്രമവും ഹല്ലേലൂയ വിസ്മയവും വിസ്മയവും പരിഭവവും നിറഞ്ഞവരായി തീർന്നു. അത് എന്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങളില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് ഉണർവില്ലാത്തത്? എന്തുകൊണ്ടാണ് ജനം രക്ഷിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ജനം സ്നാനപ്പെടാത്തത്? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നടക്കാത്തത്? കാലം മാറി മാറി വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പുകഴ്ചയ്ക്ക് വേണ്ടി, കിരീടത്തിന് വേണ്ടി മനുഷ്യൻ മാറിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു. ഇന്നത്തെ സഭയെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ സഭയെന്നൊക്കെ പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തുകയാണ്. അധികാരങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി മാറി. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയല്ല ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യം. അവർക്ക് അധികാരമാണ് വേണ്ടത്. അധികാരത്തിൻ്റെ കസേരയിൽ കയറിയിരുന്ന് എന്തും വിളിച്ചു പറയുവാൻ, എന്തും പ്രവർത്തിക്കുവാൻ, ആരെയും ഭയപ്പെടാതെ, ആരുടെയും മുഖം നോക്കാതെ, ആരോടും സഹതാപം കാണിക്കാതെ, ആരോടും മനസ്സലിവില്ലാതെ ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസഭ എങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു? നമുക്കറിയാം, ഇന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് വന്ന കാലഘട്ടമാണ്. ലോക്കൽ ചർച്ചിലെ പാസ്റ്റർമാരെല്ലാം കൂടെ കൂട്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു സംഘടിത ശക്തിയാണ്. അവരാ സംഘടിത ശക്തിയായി മാറിയിട്ട് പിന്നെ അതിനകത്തൂടെ എഴുതി പ്രചരിപ്പിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ ഗ്രൂപ്പുകളൊക്കെ, നമ്മൾ ഈ കത്തോലിക്ക സമുദായത്തിൻ്റെ യാക്കോബ് ഓർത്തഡോക്സ് മാർത്തോമ CSI ഗ്രൂപ്പുകളിലൊക്കെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. അവർക്കാരും പരിഹസിക്കാനും കളിയാക്കാനും സമയമില്ല. അവർക്കൂടെ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്, അതെക്കുറിച്ച് ആൾക്കാർ വായിക്കുന്നുണ്ട്. പക്ഷേ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെന്നും, അന്യഭാഷയുണ്ടെന്നും, പ്രവചനമുണ്ടെന്നും, രോഗശാന്തി ഉണ്ടെന്നും, ഭൂതശാന്തി ഉണ്ടെന്നൊക്കെ പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് നടക്കുന്ന അനവധി ദൈവദാസന്മാർ ഗ്രൂപ്പുകളുണ്ടാക്കി ഗ്രൂപ്പിനകത്തൂടെ വരുന്നത് മുഴുവൻ മറ്റുള്ളവരെ കരിതേക്കുന്ന വിധത്തിലുള്ള, മറ്റുള്ളവർക്ക് ദോഷം വരുന്ന, ദൈവസഭയെ തകർക്കുന്ന, പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്ന, യേശുവിൻ്റെ നാമത്തേക്ക് അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവസഭയ്ക്കകത്ത് പരാജയങ്ങൾ സംഭവിച്ചു. ദൈവസഭയ്ക്കകത്ത് ഉണർവില്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല. എല്ലാവർക്കും അധികാരം വേണം.
അധികാരമാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുക. അതേപോലെ ഇന്ന് നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ കാണണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽപ്പുണ്ട്. അവർ കോടതി ചെന്നാൽ കോടതി മുറ്റത്ത് നിൽപ്പുണ്ട്. എന്താണ് ഇവിടെ ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടി വന്നതാണെന്ന് പറയും. എന്താണ് ദൈവദാസന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ കാര്യം? എന്താണ് ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് കോടതിയിൽ കാര്യം? ഈ സഹപ്രവർത്തകരെ സമശിഷ്ടങ്ങൾക്ക് നേരെ കേസും വഴക്കും ഉണ്ടാക്കി കോടതി കയറി ഇറങ്ങി, കോടതിക്കകത്ത് പ്രശ്നം സൃഷ്ടിച്ച്, കോടതിക്കകത്ത് കേസ് കൊടുത്ത്, ദൈവസഭയ്ക്കകത്ത് രാജകത്വം വരുത്തുന്ന രാജകം വരുത്തുന്നവരൊന്നും ദൈവസഭയുടെ ഭാഗമല്ല. അവരെല്ലാം ആത്മീയ ബാബേലുകളാണ്. അല്ലേ? അപ്പം സഭയ്ക്കകത്തുള്ള ആത്മീയ ബാബേലുകൾ തകരണം. സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് ജനം മടങ്ങി വരണം. അധികാരത്തിൻ്റെ കൊതി മാറ്റിവെക്കണം. അധികാരത്തിൻ്റെ അധികാരഭ്രമം മാറ്റിവെക്കണം. ആദിമസഭയിൽ പത്രോസ് അടക്കമുള്ളവരുടെ സ്വാമി വെളിപ്പെട്ട ശുശ്രൂഷയിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലമതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ സമയമായി. ദൈവമക്കൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാക്കിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്ന് പറഞ്ഞ പോലെ ദൈവസഭ പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നേതൃത്വത്തെ അനുസരിച്ച് കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർക്കായി മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലാണ് പരസ്പരം കളിയാക്കുക, പരിഹസിക്കുക, ചീത്ത പറയുക, കേസും വഴക്കും കോടതിയായിട്ട് കയറി ഇറങ്ങി നടക്കുന്ന ഒരു കൂട്ടം ജനമാണ്. അവർ ഭയങ്കര ശക്തരായ പ്രഭാഷകരുമാണ്. അവർ ശക്തരായ പ്രഭാഷകരാണ്, ശക്തരായ ശുശ്രൂഷകരാണ്. അവർക്ക് എന്തും പറയാം. ആരെങ്കിലും ചോദ്യം ചെയ്താൽ, ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരെ ഇല്ലായ്മപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ദൈവസഭ മടങ്ങി വരട്ടെ. പത്രോസിൻ്റെ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ആദിമസഭയുടെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൻ്റെ ശുശ്രൂഷ നടന്നതുപോലെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൻ്റെ ശുശ്രൂഷ സഭയിൽ വെളിപ്പെടാൻ ദൈവസഭ താഴ്ത്തി കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ദൈവസഭ താഴണം. ഇന്നെന്താണ് സഭയ്ക്കകത്തെല്ലാം പ്രശ്നമാണ്. ഏത് സഭ നോക്കിയാലും ഏത് സഭയ്ക്കകത്തും പ്രശ്നങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മടങ്ങി വരണം. നമുക്കറിയാം, ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സഭയ്ക്കുണ്ടായ ആദ്യത്തെ പീഡനത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നു, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിൽ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകെ കൊണ്ട് പിറ്റന്നാൾ വരെ കാവിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായിരുന്നു. ഹല്ലേലൂയ. ആദിമസഭയ്ക്ക് പീഡനം വന്നപ്പോഴും പത്രോസ് അടക്കമുള്ള ആളുകൾ ദൈവവചനം പ്രസംഗിക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അന്നെന്ത് ചെയ്തു? സഭയുടെ എണ്ണം 5000. പുരുഷന്മാർ വിശ്വസിച്ചവരുടെ പുരുഷന്മാരുടെ എണ്ണം 5000 പേരായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേപോലെ ദൈവസഭയ്ക്കകത്ത് ദൈവിക അധികാരങ്ങൾ വെളിപ്പെടട്ടെ. ദൈവസഭകൾ ആത്മീയമായി ഉണർത്തപ്പെട്ടിട്ടല്ലേ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവമക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്ത് ചെയ്യണം? ഭംഗിയായി ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതിനകത്ത് ഉദാസീനത കാണിക്കരുത്. ഉദാസീനതയോടെ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവനൊക്കെ ശപിക്കപ്പെട്ടവനെന്നാണ് യിരെമ്യാവിൻ്റെ പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ കാണുന്നത്. അതുപോലെ ദൈവസഭയ്ക്കകത്ത് ദൈവസഭയുടെ ശുശ്രൂഷ അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് ദൈവ സാന്നിധ്യം നിറയപ്പെട്ട ശുശ്രൂഷയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആ അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവസഭ എന്താണ്? തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ, തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ദൈവസഭകൾ എണ്ണത്തിൽ പെരുകണം, ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കണം, ജനത്തിന് പാപബോധം ഉണ്ടാകണം, ജനത്തിൽ ഹല്ലേലൂയ മനസ്സാന്തരം ഉണ്ടാകണം, തെറ്റുകളെക്കുറിച്ച് ബോധ്യം വരണം. ഹല്ലേലൂയ, അങ്ങനെ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റിയെടുക്കുന്ന ശുശ്രൂഷയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. ഇന്നെല്ലാവരും ശുശ്രൂഷ ചെയ്യുകയാണ്. എല്ലാവരും ഇന്നെല്ലാം ശുശ്രൂഷ, ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിലേക്ക് ജനം മടങ്ങി വരട്ടെ. അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടം നിർത്തിവെക്കണം. എത്ര ലക്ഷം രൂപ വേണേലും അധികാരത്തിന് വേണ്ടി ചെലവഴിക്കാൻ യാതൊരു മയവുമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തിനാണ് നമുക്ക് ദൈവം തരാത്ത അധികാരം നമ്മൾ ശാശ്വതമാകത്തില്ല. ദൈവം നിങ്ങൾക്കൊരു അധികാരം, ദൈവം നിങ്ങൾക്ക് ഉയർച്ച തരുമ്പോൾ നിങ്ങളത് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നതാണ് ശുശ്രൂഷ. ദൈവം തരാത്ത അധികാരങ്ങൾ കേസും വഴക്കും കൊടുത്ത് വാങ്ങിയെടുക്കുന്നത് ആത്മീയ ശുശ്രൂഷയല്ല. ഹല്ലേലൂയ. ദൈവം തരാത്ത ശുശ്രൂഷ, ദൈവം തരാത്ത സ്ഥാനമാനങ്ങൾ വാങ്ങിയിരുന്ന് അതിനകത്തിരിക്കുന്നത് ശുശ്രൂഷയല്ല. പക്ഷേ ദൈവം നിങ്ങൾക്കൊരു ശുശ്രൂഷ തന്നാൽ അത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങളെ ഏൽപ്പിച്ച കാലം എത്രയുണ്ടോ അത്രയും കാലം നിങ്ങളത് ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് അവകാശം തരും, സാവധാനം തരും. അല്ല, പിടിച്ചു വാങ്ങുന്നതൊന്നും നിലനിൽക്കത്തില്ല, അപഹരിച്ചെടുത്തൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് ദൈവസന്നിധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം വായിക്കുമ്പോഴത്തേനും ഹല്ലേലൂയ നമുക്ക് അവിടെയും കാണാൻ കഴിയുന്നത്, എന്നാൽ അനന്യാസ് എന്ന് പേരുള്ളൊരു പുരുഷൻ തൻ്റെ ഭാര്യ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. അവരുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അതെ, അനന്യാസിൻ്റെ സഫീരയുടെ ജീവിതത്തിലുണ്ടായ ദിവ്യാഗ്രഹം അതിന്നും നിലനിൽക്കുക. ഇന്നും പ്രിയരെ, ദിവ്യാഗ്രഹം ദൈവസഭയ്ക്കകത്ത് കയറിക്കൂടി, ദിവ്യാഗ്രഹം മനുഷ്യൻ വന്നതിനുകൂടി മനുഷ്യൻ്റെ സഭയുടെ അധംപതനം സംഭവിച്ചു. എല്ലാവർക്കും പണം ഉണ്ടാക്കണം, എല്ലാവർക്കും കോടാനുകോടി രൂപ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കി നിൽക്കണമെന്ന്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു സഞ്ചരിക്കുക ഒരു കഴുത മാത്രമായിരുന്നു. ഓർക്കണം, തലചായ്പാൻ ഇടമില്ലായിരുന്നു. യേശുവിൻ്റെ താഴ്മയിലേക്ക് മടങ്ങി വരട്ടെ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് മടങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് മടങ്ങി വരട്ടെ സഭ. ഇന്നത്തെ ദിവ്യാഗ്രഹം, തിമോഥെയോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുന്നത് ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്നാണ് 1 തിമോഥെയോസ് 6:10 വായിക്കുന്നത്. അത് മനുഷ്യന് ദിവ്യാഗ്രഹത്തിന് വേണ്ടി എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ പണം കൊയ്യാമെന്നുള്ള ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആദിമ സഭയുടെ ആ കാലഘട്ടത്തിലൊക്കെ വിശ്വാസികൾ എന്ന് പറയുന്ന സാധാരണക്കാരായിരുന്നു. ഹല്ലേലൂയ. വെറും സാധാരണ മനുഷ്യരെന്ന്. അവരാണ് ദൈവവചനം കേട്ടതും ദൈവവചനം വിശ്വസിച്ചതും അവരിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതും അവരാണ് ദൈവസഭയുടെ അംഗങ്ങളായിരുന്നതും. അവർ ദൈവത്തെ പാടി ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് അവർ ദൈവത്തിന് നന്ദി കൊടുത്ത് മഹത്വം കരയറ്റി മഹത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പം ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അവരെ മാത്രമല്ല, അവർ തലമുറയും അനുഗ്രഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെ അപമാനിച്ചവരും കളിയാക്കിയവരും ഒക്കെ സാധാരണക്കാരായിരിക്കുന്ന ജനത്തിൻ്റെ അഭിവൃദ്ധി കണ്ട് അവർ ഉയർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ, അവരനുഗ്രഹിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പലരും സഭയ്ക്കകത്ത് വരാൻ തുടങ്ങി. സഭയ്ക്കകത്ത് പിന്നീട് പലരും കയറിക്കൂടിയിട്ട് എന്ത് ചെയ്തു? അവർ അധികാരം കൈപ്പറ്റി, അധികാരം പിടിച്ചു വാങ്ങിയെടുത്ത് സീമയിലിരുന്ന് അധികാരത്തിൻ്റെ പവറിൽ ദൈവസഭയെ ഭരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നെന്താണ്? കസേരയുടെ അധികാരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അധികാരമല്ല. കസേരയുടെ അധികാരത്തിൽ കസേരയുടെ അധികാരം വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധികാരം സഭയിൽ നിന്ന് മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയ്ക്കകത്ത് വെളിപ്പാടില്ല, സഭയ്ക്കകത്ത് ദർശനമില്ല, സഭയ്ക്കകത്ത് ഉണർവില്ല, സഭയ്ക്കകത്ത് രോഗശാന്തിയില്ല, ഭൂതശാന്തി വെളിപ്പെടൽ, വീര്യപ്രവർത്തികൾ ഒന്നും നടക്കുന്നില്ല. എല്ലാം പാട്ടും മെലഡിയ പ്രസംഗമായിട്ട് മാറി. ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി മുഴുവൻ ഓൺലൈറ്റ് പ്രേയർ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയാൽ രാവിലെ 6 മണിക്കും തീരത്തില്ല.
അല്ലെങ്കിൽ കാത്തിരിപ്പ് യോഗങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് കാത്തിരിപ്പ് യോഗങ്ങളൊന്നുമില്ല. പരിശുദ്ധന്മാരുടെ ശുശ്രൂഷയിലോ രാത്രി പ്രാർത്ഥനയില്ല. ഇന്നത്തെ ഓൾനൈറ്റ് പ്രയർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി ഒരു 10:30 തുടങ്ങും പ്രാർത്ഥന, 12 മണിയാകുമ്പോൾ പിരിച്ചു വിടും, അല്ലെങ്കിൽ 1 മണിയാകുമ്പോൾ പിരിച്ചു വിടും, 1:30, ചിലയിടത്ത് 2 മണി വരെയുണ്ട്. പറച്ചിൽ ഓൾനൈറ്റ് പ്രയർ എന്നാണ്. അങ്ങനെ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല, ഉപവസിക്കാൻ ആളില്ല, വചനം പറയാൻ ആളില്ല, ശുശ്രൂഷ ചെയ്യാൻ ആളില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ ആളില്ല. മത്സരമായി മാറി. മത്സരം. ഹല്ലേലൂയ. ഈ മത്സരത്തെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്നയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാഭൂചയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ശമൂവേൽ പറയുക. അത് മത്സരം എന്താണ് പറയുന്നത്? മത്സരം എന്താണ്? ആഭിചാര ദോഷം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാഠ്യം മിഥ്യാപൂജ പോലെയാണ്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് മത്സരിക്കുന്നവൻ, ദൈവസഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്നവർ, ദൈവസഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കുന്നവർ, അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നവർ, അതെല്ലാം ആഭിചാരദോഷം പോലെ എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാഠ്യം മിഥ്യാപൂജ ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മടങ്ങി വേണം. ഒരിക്കലും ഈ ദൈവതത്തെക്കുറിച്ച് ഒരു ദൈവദാസനോട്, ഉയർന്ന ദൈവദാസനോടാണ് വളരെ പേരും പ്രശസ്തിയൊക്കെയുള്ള ഒരു സ്ഥാനമാനമൊക്കെ അലങ്കരിക്കുന്ന ദൈവദാസനോട് പറഞ്ഞ് എൻ്റെ ചരിത്ര പശ്ചാത്തലം അറിയാമെന്ന് ചോദിച്ചു. അത് ചരിത്ര പശ്ചാത്തലം അറിയാമെങ്കിൽ എല്ലാത്തിൻ്റെയും ചരിത്ര പശ്ചാത്തലം നോക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തിനോട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ദൈവവചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചിട്ട് നമുക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിക്കണം, വേണ്ടതിനെ നമ്മൾ തിരുത്തണം. ഹല്ലേലൂയ. തിരുത്തലാണ് അതിനകത്ത് ചരിത്ര പശ്ചാത്തലം. അത് നോക്കിയിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. അത് നമ്മൾ തിരുത്താനാണ് ആ വചനമെങ്കിൽ നാം തിരുത്തൽ നടത്തണം. ഇന്ന് തിരുത്തുവാൻ ആളില്ല, പറഞ്ഞാൽ അവരെ പുറത്താക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവസഭയിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് എബ്രായ ഭാഷക്കാർ അതിനെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകിയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 സാക്ഷ്യമുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാമെന്ന് പറയുക. അതേപോലെ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പീലിപ്പോസ് എന്ന് പറയുന്നത്. സ്തോത്രം. അതായത് പീലിപ്പോസിൻ്റെ കാലഘട്ടത്തിൽ സ്തോത്രം ആ സഭയ്ക്ക് വലിയ പീഡനം, ആ കാലഘട്ട സഭയ്ക്ക് വലിയ പീഡനം നേരിട്ടു. ഹല്ലേലൂയ. പീലിപ്പോസ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. ചിതറിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്ത് അവരെക്കുറിച്ച് വലിയൊരു പ്രാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് അവരെ തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു എന്ന് കാണാൻ കഴിയും. ചിതറിപ്പോയർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. പീലിപ്പോസ് ശമരിയപ്പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പീലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരം കേൾക്കുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരിൽ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പം പീലിപ്പോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ അതിൽ വിശ്വസിച്ചു. അവിടെ വലിയ സന്തോഷമുണ്ടായി. അതേപോലെ നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് പീലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തിക്കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ ശുശ്രൂഷ വെളിപ്പെടണം. ഇന്ന് പകലിനെ കേൾക്കുന്നവരെ സ്നേഹിതരെ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. പെന്തക്കോസ്ത് നമ്മൾ വന്നപ്പോൾ 120 പേരടങ്ങുന്ന സംഘം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി.
ദൈവം അവരിൽ കൂടെ ചെയ്തെടുത്ത ശുശ്രൂഷകൾ പോലെ ഈ കാലഘട്ടം ദൈവസഭ മടങ്ങി വരണം. മത്സരങ്ങൾ മാറ്റിവെച്ച്, അധികാരഭ്രമം മാറ്റിവെച്ച്, കോടതിയും പോലീസ് സ്റ്റേഷൻ കയറിറങ്ങുന്ന പരിപാടി മാറ്റിവെച്ച് മടങ്ങി വരണം. ദൈവമക്കൾക്ക് നേരെ, ദൈവദാസന്മാർക്ക് നേരെ, ആത്മീയ നേതൃത്വത്തിന് നേരെ കോടതികളിലും പോലീസ് സ്റ്റേഷൻ കൊടുത്ത കേസുകളൊക്കെ പിൻവലിച്ചിട്ട് പരസ്പരം താഴ്ത്തി കൊടുക്കണം. പരസ്പരം താഴ്ത്താൻ ശ്രമിക്കണം. താഴ്ച വേണം. അല്ലാത്തതെല്ലാം ആത്മീയ ബാബേലുകളായി ഉയർന്നു നിൽക്കുന്നതാണ്. പ്രൈസലോട് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ദൈവസഭയ്ക്കകത്ത് ശുദ്ധീകരണം നടക്കണം. ദൈവതലത്തിന് ശുദ്ധീകരണം നടക്കണം. ദൈവതലത്തിലൂടെ ദൈവമക്കൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവനാമ മഹത്വത്തിനുമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഹല്ലേലൂയ നാം ദൈവവചനം ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. എന്തിനാ? ആത്മാക്കളുടെ രക്ഷ. നമ്മുടെ ശുശ്രൂഷയിൽ എന്തായിരിക്കണം? ആത്മാക്കളുടെ രക്ഷയായിരിക്കണം. ആത്മഭാരമായിരിക്കണം. ദൈവനാമം മഹത്വം എടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ശുശ്രൂഷയെങ്കിൽ വാമൊഴിയായും മരമൊഴിയായും വിവിധ ദൃശ്യ മാധ്യമങ്ങൾ കൂടിയും ടീമുകളായും വ്യക്തികളായും സംഘടനകളായും സൊസൈറ്റികളായും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനകത്തും അനുഗ്രഹങ്ങൾ വെളിപ്പെടും. ദൈവവചനത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വെളിപ്പെടും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. പണ്ടത്തെ പോലെ നല്ല കാലം. ഇന്നും പണ്ടത്തെ പോലെ നല്ല കാലം വേണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വഭാവം മാറത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണ്? കർത്താവേ, പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് നല്ലൊരു കാലം വേണം, പണ്ടത്തെ പോലെ നല്ലൊരു കാലം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അല്പസമയം കഴിയുമ്പം അവർ പ്രശ്നം ഉണ്ടാക്കുക. സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. പറച്ചിലെല്ലാം ഉണ്ട്. സ്വഭാവം മാറിയില്ല. സ്വഭാവം മാറാത്തത്തോളം കാലം, മാനസാന്തരപ്പെടത്തോളം കാലം എത്ര പ്രാർത്ഥിച്ചാലും അതിനകത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവസഭ മടങ്ങി വരണം. ദൈവസഭ കീഴ്പ്പെടണം. മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. ദൈവസഭ മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. ഒരു ദൈവ പൈതൽ, ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മാതൃകയായി മാറണം. അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. കേൾക്കുന്നവർക്ക് കൃപ പെരുകുന്നതായിരിക്കണം. കേൾക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണം. കേൾക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ശിഷ്യന്മാരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞത്. ശിഷ്യന്മാരുടെയൊക്കെ കാലഘട്ടം പോയി. പിന്നെ കുറച്ച് ശിഷ്യന്മാർ എഴുന്നേറ്റപ്പോഴാണ് അല്ലെങ്കിൽ ആദിമസഭയുടെ ശുശ്രൂഷ അവരെല്ലാം കൂടെ തകർത്ത് കളഞ്ഞെന്നുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ, താഴ്വരയിലെ വേർപെട്ട് കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളെ പോലെയായി മാറി ദൈവസഭ. നമ്മൾ എസ്കേലിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുമല്ലോ. അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചാണ് കാണാൻ. ആ ഭാഗത്തേക്ക് ഇപ്പോൾ സമയമില്ല. അത് എന്താണ് ഇന്നത്തെ വേർപെട്ടുണങ്ങിയ അസ്ഥികളെ പോലെ, അസ്ഥി താഴ്വര പോലെ ദൈവസഭകളായി കഴിഞ്ഞു. ദൈവമക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, ദൈവമക്കളെ തമ്മിൽ കലഹിപ്പിക്കുന്ന, ദൈവസഭയെ തമ്മിൽ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ മതിലുകളും വരമ്പുകളും വേലിക്കെട്ടുകളും അത് തകർക്കപ്പെടണം. അത് തകർക്കപ്പെട്ട് ദൈവജനം ഹല്ലേലൂയ ഒന്നായിട്ട് നിൽക്കണം. ഇന്നെന്താ? ദൈവസഭകളൊക്കെ ഉണങ്ങിയ അസ്ഥികളെ പോലെ ഭയങ്കര പ്രസംഗമാണ് ആ ഭാഗത്തുനിന്ന്. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം സമൂഹത്തിലേക്ക്, സ്വന്തം സഭയിലേക്ക് നോക്കാറില്ല. പിന്നെ അങ്ങനെ ദൈവസഭയും ദൈവ ശുശ്രൂഷയും ദൈവമക്കളെയും തകർക്കുന്ന എല്ലാ മതിലുകളെയും തകർക്കണമെന്ന്, സ്തോത്രം, എല്ലാ സ്വഭാവങ്ങളെയും തകർക്കണമെന്ന്, അങ്ങനെയുള്ള സംസാരങ്ങളെ നമ്മൾ തകർത്ത് കളയണം. ചിന്താഗതികളെ തകർക്കണം. നമ്മുടെ ഉള്ളിൽ എഴുന്നേരുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ തകർത്ത് കളയണം. ഹല്ലേലൂയ. സകല വരമ്പുകളും വേലിക്കെട്ടുകളും തകർത്ത ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടണം. ക്രിസ്തുവേശുവിനോട് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാൻ വായിച്ച ദൈവത്തിൻ്റെ ഭാഗത്തിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നാം വായിച്ച് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഹല്ലേലൂയ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ എഴുതിയിരുന്ന വീട് മുഴുവനും നിറഞ്ഞാല് പോലെ പിളന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുമേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അതേ, ദൈവസഭ മടങ്ങി വരട്ടെ. എല്ലാ കണ്ണും മുടച്ചാട്ട്. പരിശുദ്ധ നിങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി കർത്താവ് ദൈവജനത്തെ, ദൈവസഭയെ, ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ കർത്താവ് വെളിപ്പെട്ട ദൈവസാന്നിധ്യം, ദൈവിക ശുശ്രൂഷയും ദൈവിക അധികാരവും ആത്മാവിൻ്റെ നിയന്ത്രണവും ഈ നാളുകളിൽ ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ പത്രോസ് അടക്കമുള്ള ശുശ്രൂഷകർ, പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേർക്ക് പാപബോധമുണ്ടായി. പിറ്റേന്ന് 5000ങ്ങളായി ദിനംപ്രതി സഭ എണ്ണത്തിൽ പെരുകിയതുപോലെ, ആത്മാക്കളുടെ എണ്ണം പെരുകി, സഭകൾ എണ്ണം പെരുകിയതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവജനം മത്സരങ്ങൾ മാറ്റിവെച്ച്
ഹല്ലേലൂയ. പിറുപിറുപ്പുകൾ മാറ്റിവെച്ച് ഹല്ലേലൂയ ദൈവജനം ഒന്നായി മാറുവാൻ, ദൈവജനം ഒന്നായി ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആദിമസഭയിൽ നടന്നുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ, സ്ഥാനത്തിനും മാനത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു കൂട്ടം ജനം മത്സരിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാതെ ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിന് നിറഞ്ഞ് ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് കാലമൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസനമായിരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോടുകൂടി തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ആ ദൗത്യം ഭംഗിയായി ചെയ്യുന്ന ഒരു തലമുറയെ, യുവാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ദൈവസഭയ്ക്കകത്ത് എല്ലാ ആൾ ദൈവങ്ങളെയും ദൈവം നീക്കിക്കൊണ്ടല്ലുക. ദൈവസഭയ്ക്കകത്തുള്ള എല്ലാ ആൾ ദൈവങ്ങളെയും നീക്കിയ ദൈവം യഥാർത്ഥ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കീഴ്വഴക്കത്തിനനുസരിച്ച് ദൈവജനത്തെ അനുസരിച്ച് നേതൃത്വത്തെ മാനിച്ച് അവൻ നിൽക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലും ഭാരത ലോക രാജ്യങ്ങളും ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഒരു വലിയ ഉണർവ് ദേശത്ത് രാജ്യത്ത് അയക്കണം. അക്രമങ്ങൾ കൊണ്ടും അരാജകത്വം കൊണ്ടും കർത്താവ് മത്തി കൊണ്ടും മയക്കുമരുന്നുകൊണ്ടും ജട്ടികമായ ജീവിതം കൊണ്ടും പരസ്യം കൊണ്ടും എല്ലാം വ്യഭിചാരം കൊണ്ടും എല്ലാ പാപം കൊണ്ടും പാപക്കറകൾ കൊണ്ടും ആമികർത്താവ് വർഗീയതയും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും എല്ലാം പെരുകുമ്പോൾ, രാഷ്ട്രീയ കലാപങ്ങൾ മതകലാപങ്ങൾ പെരുകുമ്പോൾ, ഹല്ലേലൂയ രാജ്യങ്ങൾ തമ്മിൽ ഭിന്നിക്കുമ്പോൾ, ദുരന്തങ്ങൾ, പ്രളയങ്ങൾ, കർത്താവ് കൊടുങ്കാറ്റുകൾ, പേമാരികൾ, അഗ്നി, ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ കാട്ടുതീയും, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം, അഗ്നിപർവ്വതം ലോകവ്യാപകമായി വലിയ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെ തിരിച്ചറിയുന്ന ജനം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ, ഉപവാസത്തിലേക്ക് മടങ്ങി വരുവാൻ, ആദിമസഭയുടെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരുവാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന വിധേയപ്പെട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി മടങ്ങി വരുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കണമേ. രാജ്യത്തെ വിടിവിക്കണമേ. ലോകരാജ്യം വൻകര വിടിവിക്കണം. എന്നോട് കൂടി ജനത്തെ വിടിവിക്കുവാൻ കർത്താവ് പെടാത്ത തലമുറകളെല്ലാം ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും അധാർമികമായ ജീവിത സാഹചര്യങ്ങൾ വിട്ട് ദൈവസേനയ്ക്ക് മടങ്ങി വരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.